حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت حسبنا الله نعم الوكيل نعم المولى ونعم النصير الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ അനുഗ്രഹീത സോപാനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ സ്വഹാബിൽ ഖുബൂർ. സ്വഹാബായി ദുനിയാവ് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് തകർന്ന് തരിപ്പണമാകാം. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകാം സ്വഹാബാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. ഇത് നമ്മുടെ സ്വദേശമല്ല സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ, കുൻ ആലിമാ, നീ ഒരു ആലിമായിക്കോ. സ്വഹാബാ സ്വഹാബാ കുൻ ആലിമാ, നീ ഒരു പണ്ഡിതനാകണേ സ്വഹാബാ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതയുമാകാമല്ലോ. അറിവുള്ള പെണ്ണാകണേ, അറിവുള്ള മനുഷ്യനാകണേ. അല്ലാഹുവിന്റെ റസൂല് നിർത്തിയില്ല. ഔ മുതല്ലിമാ, ആലിമാകാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലോ മുതല്ലിമാ, ഇൽമ പഠിക്കുന്ന ആളാകണം, ഇൽമ പഠിക്കുന്ന ആളാകണം. ഇൽമ പഠിക്കാൻ ചിലപ്പോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം നമുക്ക് സാധിച്ചില്ലായിരിക്കാം. പക്ഷേ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും മുതഅല്ലിമീങ്ങളാണല്ലോ. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഔ മുതഅല്ലിമാ. ഇനി നമ്മുടെ ബ്രെയിനിന് ഇൽമ പഠിക്കുവാനുള്ള, അത് സ്റ്റോർ ചെയ്ത് വെക്കുവാനുള്ള കേപ്പബിലിറ്റിയോ കപ്പാസിറ്റിയോ ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ സ്വഹബാ ഔ മുഹിബ്ബാ, ഇൽമിന്റെ മജ്ലിസിനെ സ്നേഹിക്കുന്നവനാകണേ സ്വഹബാ. ആലിമാകാൻ കഴിഞ്ഞില്ല, മുതഅല്ലിമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഔ മുഹിബ്ബാ,
ഇൽമിനെ സ്നേഹിക്കുന്നവനാകണേ സഹബാ. ഇൽമിനെ സ്നേഹിക്കാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ ഔ സാമിയാ, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് വന്നിട്ട് ഇൽമിനെ കേൾക്കുന്നവനാകണേ സഹബാ. ആലിമാകണോ അല്ലെങ്കിൽ നീ മുതഅല്ലിമാകണോ ഔ മുഹിബ്ബാ, ഇൽമിനെ സ്നേഹിക്കുന്നവനാകണോ ഔ സാമിആ, ഇൽമിനെ കേൾക്കുന്നവനാകണം. വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ ആകരുതേ സഹാബ. ആരാണ് അഞ്ചാമത്തെ വിഭാഗം എന്നറിയോ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട മുഅ്മിനേ? ആരാണ് അഞ്ചാമത്തെ വിഭാഗം എന്നറിയോ? ഇൽമിന്റെ സദസ്സിനെ കൊഞ്ഞലം കുത്തുന്നവരുണ്ടല്ലോ, ഇൽമിന്റെ സദസ്സിനെ കളിയാക്കുന്നവരുണ്ടല്ലോ, ആ വിഭാഗത്തിൽ നിങ്ങൾ ആകരുത് സഹാബ. ആ റസൂലുള്ളാന്റെ വാക്കിനെ അനുധാവനം ചെയ്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ സാമിയാണ്, ഇൽമിന്റെ മജ്‌ലിസിനെ കേൾക്കുന്നവനാണല്ലോ, കേൾക്കുന്ന മഹദിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗം വുജൂബാ. ഈ സദസ്സ് പിരിയുന്നത് വരെ, ദുആ ചെയ്ത് പിരിയുന്നത് വരെ ഇവിടെ നിന്നോ. ഒരിക്കൽ മഹാനായ മുത്തു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കടന്നു വരുന്നു മുഖറബായ മലക്ക് ജിബ്രീൽ കടന്നു വരികയാ. റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തെ കിറാമിന് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ ജിബ്രീൽ ഇറങ്ങി വരികയാണ്. ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ. ജിബ്രീൽ നബിയോട് പറയുകയാ, യാ റസൂലല്ലാഹ്. ഈ കാണുന്ന ഒരാളെ ചൂണ്ടിയിട്ടാണ് ജിബ്രീൽ പറയുന്നത്, ഈ കാണുന്ന ഈ വ്യക്തിയുണ്ടല്ലോ യാ റസൂലല്ലാഹ്, ഒരു മണിക്കൂർ കൊണ്ട് മരിക്കും യാ റസൂലല്ലാഹ്. ഒരു മണിക്കൂർ കൊണ്ട് മരിക്കുമെന്ന വാർത്ത അദ്ദേഹത്തോട് നിങ്ങൾ പറയണേ നബിയേ. അല്ലാഹുവിന്റെ റസൂല സ്വഹാബിയെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ സ്വഹാബിയെ മാടി വിളിക്കുകയാ. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എടാ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നിരുന്നു, നീ ഒരു മണിക്കൂർ കൊണ്ട് മരിക്കുമെന്ന ജിബ്രീൽ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം പേടിക്കുകയാണ്. മുത്തായ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഒരു മണിക്കൂർ കൊണ്ട് ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എനിക്ക് കൂടുതൽ അമലില്ല നബിയേ, കൂടുതൽ ഇബാദത്ത് ഞാൻ ചെയ്തിട്ടില്ല യാ റസൂലല്ലാഹ്. ഒരു മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇബാദത്ത് കരസ്ഥമാക്കാൻ കഴിയുന്ന അല്ലാഹുവിലേക്ക് എനിക്ക് ഏറ്റവും അടുക്കാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന അമല് ഏതെന്ന് നബിയേ? അവിടുന്ന് ലോകത്തിന്റെ പ്രവാചകന്, മദീനയുടെ മന്ദമാരുതൻ, മദീനയുടെ മലൽവനിയില് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ലോകത്തിന്റെ പ്രാപഞ്ചിക ലോകത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് സ്വാദിഖുൽ മസ്ദൂഖ് പറയുകയാ, എടാ നിനക്ക് ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്ന, അല്ലാഹുവിലേക്ക് നിനക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഒരമല് എന്തെന്നറിയുമോ?
പ്രിയമുള്ളവരെ, നമ്മുടെ അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട കാതികൻ ഉസ്താദ് CKS മൗലവി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ആ സഹോദരൻ റസൂലുള്ളാഹിനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അമൽ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന അമലേത്? റസൂലുള്ളാഹ് പറയുകയാ, എടാ, ഏറ്റവും നിനക്ക് നല്ല അമലേതെന്നറിയോ? ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുകയും മരണപ്പെടുകയും ചെയ്തു. കലിമ ചൊല്ലിയിട്ട്, യാ അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സ് കൊണ്ട് അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തില് നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലാണ് മുത്തായ മുസ്തഫായ തങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ്സെന്ന് ലോകത്തിന്റെ വരെ കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ ഈ ദുനിയാവിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വന്നത്? അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കണം, സ്വർഗം കരസ്ഥമാക്കണം. ആ സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ ഇന്ന് നമ്മൾ മരിക്കേണ്ടയോ, നമ്മുടെ മൂക്കിൽ പഞ്ഞി വെക്കേണ്ടയോ, നമ്മുടെ താടി കെട്ടേണ്ടയോ? ആ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കൈകാലുകൾ കെട്ടണ്ടയോ, നമ്മുടെ 6 കാലുള്ള വാഹനത്തിൽ കൊണ്ടുപോകണ്ടേ, കഫൻ ചെയ്യണ്ടേ, ഖബറിൽ വെക്കണ്ടേ, മീസാൻ, നമ്മുടെ മീസാൻ കല്ല് വെച്ച്, മൂടുകല്ല് വെച്ച് നമ്മുടെ കുടുംബാദികൾ നമുക്ക് ദുആ ചെയ്ത് പിരിഞ്ഞാലല്ലേ നമ്മൾ സ്വാലിഹാണെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സ്വഹാബാ, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട് സ്വഹാബാ, ഭൂമിയിൽ 2 സ്വർഗങ്ങളുണ്ട് സ്വഹാബാ. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്ന് എൻ്റെ മിമ്പറിന്റെയും എൻ്റെ ഖബറിന്റെയും ഇടയിലുള്ളതാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്ലിസ് ഉണ്ടല്ലോ, അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ്, സ്വർഗത്തോപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗീയമായ തോട്ടത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ പുല്ലശ്ശേരി ഗ്രൗണ്ടിലെ പാരാഭാരം പോലെ ഒരുമിച്ച് കൂടിയ 100 കണക്കിന് 1000 ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള ഉമ്മമാരെ, ഈ മജ്ലിസ് ഒരിക്കലും നമുക്ക് നഷ്ടമാകില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല. വശ്യസുന്ദരമായ നയന മനോഹരമായ രൂപത്തില് ഇന്ന് നമുക്ക് കഥ പറഞ്ഞു തരാൻ, പാടിത്തരാൻ, പറഞ്ഞു തരാൻ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് CKS മൗലവിയുടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാ. നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ സഹായിക്കണേ ഉമ്മ, കഴിയുന്ന രൂപത്തിൽ സഹായിക്കണേ രക്ഷിതാക്കളെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കട്ടെ. ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദാ. അംബിയാക്കളെ സ്മരിക്കുന്ന സദസ്സ് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാക്കളെ ഇന്നിവിടെ പാടി പറയാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് അതൊരു ഇബാദത്താണല്ലോ. وذكر الصالحين كفارة السيئات كفارة الذنوب. സ്വാലിഹീങ്ങളെ പറയുന്ന സദസ്സ് നമ്മളെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കുവാനുള്ളതാണല്ലോ നബി മുഹമ്മദ് മുസ്തഫ.
ആ മദീനയിലേക്ക് ഇന്ന് നമ്മുടെ ഹൃദയത്തിനെ കൊണ്ടുപോകാൻ, ആ മദീനയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ, ആ റൗളാ ശരീഫിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇഷ്കും മദീന, എന്നിഷ്ടം മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. ഇഷ്കും മദീന, എന്നിഷ്ടം മദീന, ഒന്ന് കാണാൻ മദീന. മോഹം മദീന, മഹബൂബിൻ മദീന, മോഹം മദീന, മഹബൂബിൻ മദീന, അനുരാഗം മദീന, അനുരാഗം മദീന. യാ അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വറഹംനാ വറഹം മൻ യർഹമുനാ برحمتك يا أرحم الراحمين.